പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇതെൻ്റെ ഒരു ബിഗോണിയയുടെ ഒരു വെറൈറ്റി ആയിരുന്നു. ഇത് മൊത്തം ഞാൻ ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചപ്പോഴത്തേക്കിനെ ഇതങ്ങ് ചീഞ്ഞു പോയി. പിന്നെ ആ കിഴങ്ങ് അങ്ങനെ തന്നെ എന്നിട്ട് അതിൻ്റെ ചുവട്ടിലൊരു കിഴങ്ങുണ്ട്, എല്ലാ ബിഗോണിയയ്ക്കും ഉണ്ട്. അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വന്നതാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് ഇത്രയായി ഒരു 4 ഇലയോളവും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായത് കാണാൻ. നല്ല ലൈറ്റ് ഒരു പച്ച ഷെയ്ഡ് വരയുണ്ട്, പച്ച വരയുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഏതായാലും പിടിച്ചെനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിഗോണിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഓർക്കുക, നമ്മൾ ഏത് പോട്ടി മിക്സിലാണോ നട്ടേക്കുന്നത് അത് നനയാനും വേണ്ടി മാത്രമുള്ള വെള്ളമേ നമ്മൾ ഉപയോഗിക്കാവൂ. അത് ഡ്രൈ ആയിട്ട് വരുന്നു എന്ന് തോന്നുന്ന സമയം വേണം വെള്ളം ഒഴിക്കാൻ. കാരണം ഇതിന് ചെറിയൊരു, ഞാൻ പറഞ്ഞില്ലേ, കിഴങ്ങിൽ നിന്ന് പൊട്ടിക്കിളിച്ചുണ്ടാകുമെന്ന്. അപ്പോൾ അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട് ഈ ചെടിക്ക്. അതുകൊണ്ട് കൂടുതൽ വെള്ളമാകുമ്പോൾ ചീഞ്ഞ് നശിച്ചു പോകും.